CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾക്കെതിരെയും വിമർശനം. മുൻ മന്ത്രി VS സുനിൽകുമാർ, മന്ത്രി K രാജൻ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനം. ജില്ലാ സെക്രട്ടറി വത്സരാജിന് പരാതി അയച്ചിട്ട് പ്രയോജനമില്ല, സെക്രട്ടറി ആരോപണ വിധേയരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി ലെവിൻ K വിജയനുണ്ട്. ലെവിൻ, CPI സമ്മേളനങ്ങൾ ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അത് CPIയിൽ ഉള്ളവരെക്കുറിച്ചും CPIM-ൽ ഉള്ളവരെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും അടക്കമുണ്ടാകാറുണ്ട്. ഇന്ന് അവിടെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, CPIയുടെ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം പൊതുചർച്ചയിലാണ് സംസ്ഥാന ജില്ലാ നേതാക്കൾക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമായും മുൻമന്ത്രി VS സുനിൽകുമാറിനെതിരെയും നിലവിലെ മന്ത്രിയായിട്ടുള്ള K രാജനെയും ചൂണ്ടിക്കാട്ടി അവരുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രന്റെ വീട്ടിൽ VS സുനിൽകുമാർ സന്ദർശനം നടത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കെ തൃശ്ശൂരിലെത്തിയപ്പോൾ വാർത്താ സമ്മേളനത്തിൽ K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേ ചൊല്ലിയാണ് വിമർശനങ്ങൾ ഉണ്ടായത്. അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് ശരിയായില്ല എന്നുള്ളൊരു നിലപാടും ചർച്ചയും സമ്മേളനത്തിലുണ്ടായി. നിലവിൽ മന്ത്രിയായിട്ടുള്ള K രാജന്റെ ഗൺമാൻ ഔദ്യോഗിക ജോലിക്കിടെ മദ്യപിച്ച് ഡ്യൂട്ടി എടുക്കാതെ തൃശൂർ രാമനിലയത്തിലെത്തി അവിടെ താമസിക്കുകയും അനധികൃതമായി അവിടെ താമസിക്കുകയും ചെയ്തിട്ടും ഇക്കാര്യം പാർട്ടിക്ക് വ്യക്തമായിട്ടും നടപടി എടുത്തില്ല എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായി. ജില്ലാ സെക്രട്ടറി KK വത്സരാജിന് പരാതി അറിയിച്ചിട്ട് കാര്യമില്ല, പരാതിക്കാരെ പരാതി അയക്കുന്ന ആളുകളെ അവഗണിക്കുകയും പരാതിക്ക് ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. K ഇസ്മായിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത മുതിർന്ന നേതാവിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ച നാട്ടിക MLA പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കുന്നു. അദ്ദേഹത്തെ പുറത്താക്കാനോ അച്ചടക്ക നടപടി എടുക്കാനോ ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിൽ നടക്കുന്ന ക്രമക്കേട് ജില്ലാ സെക്രട്ടറിയെ പരാതിയായി അറിയിച്ചിട്ടും അതിനൊന്നും നടപടിയുണ്ടാകുന്നില്ല. സംസ്ഥാന ജില്ലാ നേതാക്കൾ CPM-ന് കീഴ്പ്പെട്ടുവെന്നും നിലപാടില്ലാത്ത സമീപനമാണ് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് എന്നുള്ള വിവിധ കമ്മിറ്റികളുടേതായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ മന്ത്രിയെ പ്രശംസിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിയെ പ്രശംസിക്കുന്ന തരത്തിൽ ഇന്നും ചർച്ചകൾ ഉണ്ടായി. പക്ഷേ മറ്റ് CPI മന്ത്രിമാരെ, മന്ത്രി ജി ചിഞ്ചുറാണി അടക്കമുള്ള ആളുകളെ വേദിയിലിരുത്തി മറ്റ് CPI മന്ത്രിമാരുടെ പ്രവർത്തനത്തിനും പ്രകടനത്തിനുമെതിരെയും ഇന്നും വിമർശനങ്ങൾ ഉണ്ടായി. യുവജന നേതാവ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടും അത് സംബന്ധിച്ച പരാതികൾ ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനവും ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ ആവശ്യമായി ഉയർന്നത് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന യുവ നേതാക്കളെ ജോലി നൽകി പാർട്ടി സംരക്ഷിക്കണമെന്നും അവരെ നേതൃത്വത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണമെന്നുമുള്ള ചർച്ചകളും വിവിധ കമ്മിറ്റികളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പൊതുചർച്ചകൾ ഇന്ന് 2 ദിവസങ്ങളിലായി നടന്ന പൊതുചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. സംഘടനാ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ മറുപടി പറയും. ഭാഗികമായി ചില വിഷയങ്ങളിൽ ഇന്ന് മറുപടി പറഞ്ഞു. നാളെ മറുപടികളുടെ തുടർച്ചയുണ്ടാകുമെന്നാണ് അറിയുന്നത്.